എല്ലാവർക്കും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഊണിന് പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. പച്ചത്തക്കാളിയും ചെറുപയർ പരിപ്പും ചേർത്ത ഒരു ഒഴിച്ചുകറി. ഇതൊരു വെജിറ്റേറിയൻ കറിയാണ്. ഇത് ചോറിന് വളരെ നല്ലൊരു ഒഴിച്ചുകറിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പച്ചത്തക്കാളിയുടെ ഒരല്പം പുളിപ്പും ചെറുപയർ പരിപ്പിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പം വളരെ നല്ലൊരു കറിയാണിത്. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 പച്ചത്തക്കാളി, ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് അരിഞ്ഞെടുക്കാനുള്ളതാണ്. 2 പച്ചമുളക്, ഇത് നീളത്തിൽ കീറിയെടുക്കണം. നീളമുള്ളത് കൊണ്ട് മുറിച്ചാലും കുഴപ്പമില്ല. 10 ചുവന്നുള്ളി, ഇതിലൊരു 4 എണ്ണ കടുക് താളിക്കാനായിട്ട് ചെറുതായിട്ട് അരിയണം. ബാക്കി അരിഞ്ഞ് തക്കാളിക്കാടെ കൂടെ വേവിച്ചെടുക്കാനുള്ളത്. 4 അല്ലി വെളുത്തുള്ളി, 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, ഇത് പായസത്തിനൊക്കെ വെക്കുന്ന ആ ചെറുപയർ പരിപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് എൻ്റെ മഞ്ഞൾപ്പൊടിക്ക് നല്ല കളറുള്ളതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇടുന്നത്. കളറിന് വേണ്ടിയത് അനുസരിച്ച് നിങ്ങൾ ഇട്ടോളണം. ഉപ്പ്, കടുക് താളിക്കാനായിട്ട് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, വെളിച്ചെണ്ണ, അരയ്ക്കാനായിട്ട് 1 കപ്പ് തേങ്ങ, വെള്ളം, കറിവേപ്പില. ഈ ചെറുപയർ പരിപ്പ് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒത്തിരി റോസ്റ്റായി പോകണ്ട, അതുപോലെ ഡ്രൈ റോസ്റ്റ് മതി. ഇതിൻ്റെ പച്ച ചൊവയൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചച്ചൊവ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറുതെ ഒന്ന് കളറൊന്നും മാറണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. തീ ഒത്തിരി കൂട്ടി വെച്ച് കൊടുക്കണ്ട, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ഈ കറിക്ക് ഒരു കരിവ് ചുവ നിൽക്കും. ഇത് വറുത്ത് വരുമ്പോൾ ഇതിൻ്റെ പച്ചമണം വരുന്നത് നമുക്കറിയാം, മാറുന്നതറിയാം. അതിനനുസരിച്ച് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 1.5-2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വെക്കാം. തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ റോസ്റ്റ് ചെയ്തിരുന്ന ചെറുപയർ പരിപ്പ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ചെറുപയർ പരിപ്പ് 3-4 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ചെറുപയർ പരിപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി തക്കാളിക്ക, പച്ചമുളക്, രണ്ട് അല്ലി വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, നികക്ക വെള്ളം വേണം. ഇതിൻ്റെ ഇതുപോലെ വെള്ളം കിടക്കണം. ഇനി നമുക്കത് കുക്കർ അടച്ച് ഒരു 3 വിസിൽ, ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ചെറിയ ഫ്ലെയിമിൽ 2 വിസിലും കേൾക്കണം. തക്കാളിക്ക് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 2 അല്ലി വെളുത്തുള്ളി, തേങ്ങ, ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ ബാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇത് ഒത്തിരി പേസ്റ്റായിട്ട് അരയണ്ട, ഒരല്പം തരിതരിയായിട്ട് അരച്ചെടുത്താൽ മതി. നമുക്ക് അരയ്ക്കാം.
ഇതുപോലെ അല്പം തരിതരിയായിട്ടാണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത്. അരപ്പ് നമുക്ക് മാറ്റി വെക്കാം. 3 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. പരിപ്പ് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ്. നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് ചൂടുവെള്ളം ചേർക്കാവുള്ളൂ. ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അരപ്പ് ഇടുന്നതിന് മുമ്പ് ഈ തക്കാളിക്കായൊക്കെ നന്നായിട്ട് വെന്ത് ചൂടായി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിലേക്ക് ഇനി പച്ചവെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത്. ഇനി ഈ അരപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ട്. നന്നായിട്ടിപ്പം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഒരല്പം നേരം ഇളക്കി തന്നെ തിളപ്പിക്കാം. ഇതിൻ്റെ അടിയിൽ പിടിക്കരുത്, പരിപ്പായതുകൊണ്ട്. അതുകൊണ്ട് ഇളക്കി തന്നെ ഒരു 2 മിനിറ്റോടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. ഈ കറി മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുമന്ന് വരണം. ഇതിലേക്ക് ഉള്ളി ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഉള്ളിയൊക്കെ ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. താളിച്ചത് കറിയിലേക്ക് ചേർക്കാം. അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഏത് കറിക്കാണെങ്കിലും കടുക് താളിച്ച് കഴിഞ്ഞാൽ അല്പസമയം ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പച്ചത്തക്കാളി ചെറുപയർ പരിപ്പ് ചാറുകറി റെഡിയായി. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിനാണ് ഏറ്റവും നല്ലത്. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന താളിപ്പൊന്ന് വെളിയിലിട്ട് കൊടുക്കാം. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.